പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ കൊളാഷസ് ലോ, ഫാരഡേസ് ലോസ്, അതുപോലെ ഇലക്ട്രോളിസിസിൻ്റെ പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഈ പ്രാവശ്യം ഈ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഏറ്റവും നല്ല ആപ്ലിക്കേഷനാണ് നമ്മൾ ബാറ്ററിയുടെ ഫോംസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ബാറ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2019 എന്ന കൊല്ലം വളരെ ഓർമ്മ ഉണ്ടാവും. കാരണം 2019 കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയത് ലിഥിയം അയോൺ ബാറ്ററി കണ്ടുപിടിച്ചതിനാണ്. നിങ്ങൾക്കറിയാം, ഗുഡിനഫ് എന്ന സയൻറ്റിസ്റ്റ്, സ്റ്റാൻലി എന്ന സയൻറ്റിസ്റ്റുകളാണ്, അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് 2019 നോബൽ പ്രൈസിന് കാരണമായ ലിഥിയം അയോൺ ബാറ്ററി കണ്ടെത്തിയത്. അപ്പോൾ നോക്കൂ, നമ്മൾ സാധാരണ ബാറ്ററീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി സെൽസ് എന്നും സെക്കൻഡറി സെൽസും എന്നാണ് ആ ക്ലാസിഫിക്കേഷൻ. പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, യൂസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ദാറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് വെരി ഈസിലി. അതേസമയം സെക്കൻഡറി റിയാക്ഷൻസ് ഓഫ് ദിസ് ബാറ്ററി ക്യാൻ ബി റിവേഴ്സ്ഡ്, റീചാർജബിൾ ബാറ്ററിയാണ്. എന്ന് പറഞ്ഞാൽ പ്രൈമറി സെല്ലിലെ റിയാക്ഷൻസ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അവരൊരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡെഡാവും. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത സെൽസിനെയാണ് നമ്മൾ പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, അവിടെ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്, റീചാർജബിൾ ആണ്. സോ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ? അതിന് എക്സാമ്പിൾ കൂടി ഓർമ്മിച്ച് വയ്ക്കുക. പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിളാണ് ഡ്രൈ സെല്ലും മെർക്യൂറി സെല്ലും. സെക്കൻഡറി സെല്ലിൻ്റെ എക്സാമ്പിളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം സെൽസും. നമ്മൾ ആദ്യം പ്രൈമറി സെല്ലായ ഡ്രൈ സെല്ലിനെ പറ്റി പഠിക്കാം. ഡ്രൈ സെൽ ഓർ ലെക്ലാഞ്ചർ സെൽ. ഡ്രൈ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആനോഡ് ഉണ്ട്. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് കണ്ടെയ്നറാണ്. സിങ്ക് കണ്ടെയ്നർ തന്നെയാണ് അവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു കാർബൺ റോഡാണ്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡാണ്. ജസ്റ്റ് കവേർഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ്. അതുപോലെ ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് മോയിസ്റ്റ് പ്ലേസ്ഡ് ഓഫ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡുമാണ്. സോ അത് കൃത്യമായിട്ട് ആനോഡ് സിങ്ക് കണ്ടെയ്നർ. കാത്തോഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് റോഡ് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ MnO2 ആൻഡ് ഇലക്ട്രോലൈറ്റേഴ്സ് അമോണിയം ക്ലോറൈഡ്, എ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ്. സോ നോക്കൂ, നമുക്ക് ഈ സെല്ലിൻ്റെ പേര് ഡ്രൈ സെൽ എന്നാണെങ്കിലും നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എപ്പോഴും മോയിസ്റ്റ് ആണ്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ എന്ന് പറയാൻ വയ്യ. ഉള്ളിൽ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ റിയാക്ഷൻസ് നോക്കാം. അവിടെ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. നോക്കൂ, ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എപ്പോഴും ഓക്സിഡേഷനാണ്. സോ ആനോഡ് സിങ്ക് ഗീവ്സ് Zn2++2 ഇലക്ട്രോൺസ്. അതുപോലെ കാത്തോഡിൽ ഗ്രാഫൈറ്റ് റോഡ് ചുറ്റുമുള്ള MnO2 ആണ് റിയാക്ട് ചെയ്യുന്നത്. സോ MnO2 പ്ലസ് അമോണിയം അയോൺ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Mn2O3 പ്ലസ് 2NH3 പ്ലസ് H2O ആണ് ഫോം ചെയ്യുന്നത്. റിയാക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. ഏതാണ് ആനോഡ് പഠിക്കുക, ഏതാണ് കാഥോഡ്, ഏതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് കൃത്യമായിട്ട് അറിയണം. സെൽ റിയാക്ഷൻസ് കൃത്യമായിട്ട് അറിയണം. ഇവിടെ കാഥോഡിൽ അമോണിയ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗേഷ്യസ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലിന് ക്രാക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നില്ലേ? അത് എങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുക ചോദിച്ചാൽ, ഇവിടെ ഫോം ചെയ്യുന്ന ഈ അമോണിയ Zn2+മായി കമ്പൈൻ ചെയ്തിട്ട് ZnNH3 4 times 2+ എന്ന ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഗേഷ്യസ് അമോണിയയെ നമ്മൾ ഒഴിവാക്കുന്നു. സോ ഇത്രയുമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഈ സെല്ലിൻ്റെ EMF 1.45 വോൾട്ട് ആണ്. അപ്പോൾ ഡ്രൈ സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നന്നായി പഠിക്കുക. സെൽ റിയാക്ഷൻസ് കൃത്യമായിട്ട് അറിയണം. അതുപോലെ ഇവിടെ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഫോം ചെയ്യുന്ന അമോണിയ നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത് സിങ്ക് 2+മായി കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു കോംപ്ലക്സ് അയോൺ ഫോം ചെയ്യുന്നു. ഇത്രയുമാണ് ഡ്രൈ സെല്ലിനെ പറ്റി പഠിക്കാൻ. അടുത്ത പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ് മെർക്യൂറി സെൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി ലോ വോൾട്ടേജ് ആവശ്യമുള്ള ഡിവൈസസിലാണ് മെർക്യൂറി സെൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെർക്യൂറി സെല്ല്
ഹിയറിംഗ് എയ്ഡ്സിൽ ഉപയോഗിക്കാറുണ്ട്, പേസ് മേക്കേഴ്സിലൊക്കെ നമ്മൾ മെർക്കുറി സെൽസ് ഉപയോഗിക്കാറുണ്ട്. എന്താണ് മെർക്കുറി സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്? നോക്കൂ, മെർക്കുറി സെല്ലിൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് അമാൽഗമാണ്. അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മെർക്കുറി സൊല്യൂഷനാണ്. കാത്തോഡായിട്ട് എ പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എ പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ്. സോ ഇവിടെ ആനോഡ് നടക്കുന്ന റിയാക്ഷൻ സിങ്ക് അമാൽഗം പ്ലസ് 2OH മൈനസ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺസ് ആണ്. കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ് Hg പ്ലസ് 2OH മൈനസ് ആണ്. ഈ ആനോഡ് റിയാക്ഷൻ പ്ലസ് കാഥോഡ് റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ റിയാക്ഷൻസ് കിട്ടും. ഓവറോൾ റിയാക്ഷൻ നോക്കൂ, സിങ്ക് പ്ലസ് മെർക്കുറിക് ഓക്സൈഡ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് മെർക്കുറി എന്ന് കിട്ടും. ഈ ഓവറോൾ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നോക്കൂ, എല്ലാം ഒന്നും അയോണിക് സ്റ്റേറ്റിൽ ഇല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ 1.35 വോൾട്ട് ആണ്. ഇനി മെർക്കുറി സെല്ലിനെ പറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഡ്രൈ സെല്ലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ സെൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. മെർക്കുറി സെല്ലിനെ പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, മെർക്കുറി സെല്ലിൻ്റെ സെൽ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ത്രൂ ഔട്ട് ലൈഫ് അതിൻ്റെ സെൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നെറ്റ് സെൽ റിയാക്ഷൻ നോക്കിയാൽ മതി. നെറ്റ് സെൽ റിയാക്ഷൻസിൽ ഒരു അയോണും ഉൾപ്പെടാത്തത് കൊണ്ടാണ് അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കാൻ കാരണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് മെർക്കുറി സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കാൻ കാരണമെന്ന്. ഇപ്പോൾ നമ്മൾ പ്രൈമറി സെല്ലിൻ്റെ 2 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് സെക്കൻഡറി ബാറ്ററീസിനെ പറ്റിയിട്ടാണ്, സെക്കൻഡറി സെൽസിനെ പറ്റിയിട്ടാണ്. സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് റീചാർജ് ചെയ്യാൻ പറ്റുന്നവയാണ്. എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ പഠിച്ചു, ലെഡ് സ്റ്റോറേജ്, നേരത്തെ പറഞ്ഞു ഞാൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് എന്ന്. ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ വീടുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻവെർട്ടേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഓട്ടോമൊബൈൽസിലും നമ്മൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് ചോദിച്ചാൽ, അതിൽ ലെഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് എ ഗ്രിഡ് ഓഫ് ലെഡ് കോട്ടഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആണ്. അപ്പോൾ ആനോഡ് ലെഡാണ്. കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നതും എ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ വല പോലെയുള്ളത്, ആ ഗ്രിഡ് ഓഫ് ലെഡ് വിച്ച് ഇസ് കോട്ടഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അറേഞ്ച്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആനോഡ് ലെഡ്, കാഥോഡ് ലെഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റ് 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി നടക്കുന്ന റിയാക്ഷൻസ്, ആ സെല്ല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. നോക്കൂ, ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ലെഡ് കമ്പൈൻ വിത്ത് സൾഫേറ്റ് അയോൺസ് ടു ഫോം ലെഡ് സൾഫേറ്റ് പ്ലസ് 2 ഇലക്ട്രോൺ. അതുപോലെ കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ ലെഡ് ഡയോക്സൈഡ് plus 4H plus SO4 2 minus plus 2 electron give lead sulfate plus water. So net cell reaction നിങ്ങൾ എഴുതി നോക്കുക, രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. So Pb plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. അപ്പോൾ ശ്രദ്ധിക്കൂ, ആനോഡിലും കാഥോഡിലും ലെഡ് സൾഫേറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നോക്കൂ, ഇതാണ് സെല്ല് വർക്ക് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻസ്. ഇനി സെല്ല് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും. ആ റിയാക്ഷൻ്റെ നെറ്റ് റിയാക്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: 2PbSO4 plus 2H2O gives Pb plus PbO2 plus 2 സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അത് സെക്കൻഡറി സെല്ലാണ് നിക്കൽ കാഡ്മിയം സെൽസ് അല്ലെങ്കിൽ നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇവിടെ നിക്കൽ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കാഡ്മിയവും കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് നിക്കലുമാണ്. സോ റിയാക്ഷൻ അറ്റ് ആനോഡ് കാഡ്മിയം പ്ലസ് 2OH മൈനസ് ഗീവ്സ് കാഡ്മിയം
CdOH twice plus 2 electron. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ NiOOH plus H2O plus electron gives NiOH twice plus OH minus ആണ്. സോ നമുക്കിതിൻ്റെ ഇത്ര തന്നെ പഠിക്കാനുള്ളൂ. ഈ നിക്കൽ കാഡ്മിയം ബാറ്ററി വളരെ എക്സ്പെൻസീവ് ആയ ഒരു ബാറ്ററിയാണ്, അതുകൊണ്ട് നമ്മൾ അത്ര അധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇത്രയുമാണ് സെൽസിനെ പറ്റി നമുക്ക് പഠിക്കാൻ. അപ്പോൾ സെൽസ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽസ്. എക്സാമ്പിൾ പഠിക്കാം. അതുപോലെ അതിൽ സെൽ ഓരോന്നിലെയും അറേഞ്ച്മെൻറ്റും ഓരോന്നിൻ്റെയും സെൽ റിയാക്ഷൻസ് കൃത്യമായിട്ട് എഴുതി പഠിക്കാം. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെൽസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളത് ഫ്യുവൽ സെൽസ് ആണ്. നമുക്ക് പഠിക്കാൻ ഇനി പോകുന്ന സെല്ലിൻ്റെ പേര് ഫ്യുവൽ സെൽ എന്നാണ്. എന്താണ് ഫ്യുവൽ സെൽ? So it is a device which convert the chemical energy of a fuel directly to electrical energy. Chemical energy ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെൽസ് ആണ് നമ്മൾ ഫ്യുവൽ സെൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽസിൽ കൂടുതലായും പെട്രോളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പൊല്യൂഷൻ പ്രോബ്ലം വളരെ കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് ചാപ്റ്ററിൽ ഗ്രീൻ കെമിസ്ട്രിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആ ഗ്രീൻ കെമിസ്ട്രിയിൽ പറയുന്നത് നമ്മൾ പൊല്യൂഷൻ മാക്സിമം കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസെപ്റ്റിനോട് യോജിച്ചു കൊണ്ടുപോകുന്ന സെൽസ് ആണ് ഫ്യുവൽ സെൽ. കാരണം ഫ്യുവൽ സെൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ ഉണ്ടാവുന്ന പൊല്യൂഷൻ വളരെ കുറവാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി ഈ ഫ്യുവൽ സെല്ലിന് ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽസ്. ഈ ഹൈഡ്രജൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ എക്കണോമി എന്ന ടോപ്പിക്സിൽ ഹൈഡ്രജൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജന് പുറമേ നമ്മൾ മീഥെയിൻ, മെഥനോളൊക്കെയും ഫ്യുവൽ സെൽസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലാണ്. ആദ്യം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ അറേഞ്ച്മെൻ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻ 3 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൽ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് porous graphite rod which contain finely divided platinum. ഈ porous graphite rod ചുറ്റും ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. കാത്തോഡായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആനോഡായിട്ടും കാത്തോഡായിട്ടും പോറസ് ഗ്രാഫൈറ്റ് റോഡ് വിച്ച് കണ്ടെയ്ൻ ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഉപയോഗിക്കുന്നു. ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് KOH ഓർ NaOH സൊല്യൂഷനാണ്. അത് നമ്മൾ നടുക്കിൽ ഉപയോഗിക്കുന്നു. ഇവിടെ ഹൈഡ്രജൻ ആനോഡിക് കമ്പാർട്ട്മെൻറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നു, ഓക്സിജൻ കാത്തോഡിക് കമ്പാർട്ട്മെൻറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ച ഡ്രൈ സെൽസിലൊന്നും നമുക്ക് പുറത്തു നിന്ന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്യുവൽ സെൽസിൽ നമ്മൾ പുറത്തു നിന്നാണ് റിയാക്ടൻ്റ് സപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഹൈഡ്രജൻ ഇവിടെ ആനോഡിക് കമ്പാർട്ട്മെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ പോറസ് ഗ്രാഫൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ ഇത് സെൻട്രൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഓക്സിജനും സെൻട്രൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നു. സോ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാത്തോഡസ് ഓക്സിജൻ പ്ലസ് 2H2O പ്ലസ് 4 ഇലക്ട്രോൺ ഗീവ്സ് 4OH മൈനസ് ആവുന്നു. അതേപോലെ ആനോഡ് നടക്കുന്ന റിയാക്ഷൻ 2H2 പ്ലസ് 4OH മൈനസ് ഗീവ്സ് 4H2O പ്ലസ് 4 ഇലക്ട്രോൺ ആണ്. സോ ദി നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O ലിക്വിഡ്. അപ്പോൾ നമ്മൾ ഈ സെല്ല് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് വാട്ടർ ആയിരിക്കും. നമ്മൾ സാധാരണയായി ഇങ്ങനത്തെ ഫ്യുവൽ സെൽസ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോളോ മൂൺ മിഷൻസിലാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഓട്ടോമൊബൈൽസ്, സാധാരണ ഓട്ടോമൊബൈൽസിൽ കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സെല്ലിന് മറ്റു സെല്ലിൽ നിന്നുള്ള മെറിറ്റ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി മെറിറ്റ് ഓഫ് ഫ്യുവൽ സെൽസ്? മെറിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സെല്ലിനേക്കാൾ ഹൈ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. സോ ഫസ്റ്റ് മെറിറ്റ് ഈസ് ഹൈ എഫിഷ്യൻസി. നമ്പർ 2, കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. നമുക്ക് തുടർച്ചയായി എനർജി കിട്ടാൻ ഏറ്റവും നല്ലത് ഫ്യുവൽ സെൽസ് ഉപയോഗിക്കുകയാണ്. നമ്പർ 3, പൊല്യൂഷൻ ഫ്രീ വർക്കിംഗ്. അങ്ങനെ 3 മെറിറ്റുകളുണ്ട്. സോ നമ്പർ 1 ഈസ് ഹൈ എഫിഷ്യൻസി, നമ്പർ 2 കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി, നമ്പർ 3
ലെസ് പൊല്യൂട്ടിംഗ് ആണ്. സോ പൊല്യൂഷൻ ഫ്രീ വർക്കിംഗ് ആണ്. ഇത്രയുമാണ് അതിൻ്റെ മെറിറ്റ്. സോ ഫ്യൂവൽ സെൽസ് നമ്മൾ പഠിച്ചപ്പോൾ എന്താണ് ഫ്യൂവൽ സെൽസ് എന്നറിയാം. എക്സാമ്പിൾ ഫോർ ഫ്യൂവൽ സെൽസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അറേഞ്ച്മെൻറ്റ് വരയ്ക്കാൻ കൃത്യമായി പഠിക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് സെൽ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വോട്ട് ആർ ദി മെറിറ്റ് ഓഫ് ഫ്യൂവൽ സെൽസ് വെരി ഇമ്പോർട്ടൻ്റ്. ഇത്രയും നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരുപാട് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ കടന്നുപോയി. പക്ഷേ ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിക്കും ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊറോഷൻ. എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഓർ മോയിസ്ചർ ടു ഫോം ദ പ്രൊഡക്റ്റ് ലൈക്ക് സൾഫൈഡ്, കാർബണേറ്റ് എക്സെട്ര. അപ്പം മെറ്റൽസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെയോ മോയിസ്ചറിൻ്റെയോ പ്രസൻസിൽ സ്ലോ ആയി ഡിസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷന് എന്താണ് ഏതൊക്കെയാണ് കൊറോഷൻ്റെ എക്സാമ്പിൾസ്? നിങ്ങൾക്കറിയാം, നമുക്ക് പരിചയമാണ്. തുരുമ്പ് പിടിക്കുന്നത്, റസ്റ്റിംഗ് ഓഫ് അയേൺ, ടാർണിഷിംഗ് ഓഫ് സിൽവർ. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കോപ്പറിൻ്റെ മുകളിലൊക്കെ പച്ച കളർ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ കൊറോഷന് എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റസ്റ്റിംഗ് ഓഫ് അയേൺ ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പ് പിടിക്കുന്നതിനെ പറ്റി നമ്മളൊന്ന് കെമിസ്ട്രിയിലൂടെ ചിന്തിച്ച് നോക്കാം. നമുക്ക് എന്താണ് തുരുമ്പ് പിടിക്കലിന് പിന്നിലെ രസതന്ത്രമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യൂ, ഒരു തുരുമ്പിക്കാൻ തുടങ്ങുന്ന ഒരു മെറ്റൽ ബാർ, ഒരു സൈഡ് ഇങ്ങനെ തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, മറ്റേ ഭാഗം പ്യുവർ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു അയേൺ ബാർ നിങ്ങൾ മനസ്സിൽ കരുതൂ. അതിൽ നമ്മൾ പറയുന്നു ഒരു അങ്ങനെയുള്ള ഒരു ഇരുമ്പ് ദണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് ഒരു മിനിയേച്ചർ ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തുരുമ്പിച്ച അയൺ ബാർ നോക്കുമ്പോൾ അതിൽ കുറേ ഇലക്ട്രോ കെമിക്കൽ സെൽസ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ഉണ്ടാവും? ഒരു ആനോഡ് ഉണ്ട്, കാത്തോഡ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. സോ ഇവിടെ ഇങ്ങനെ തുരുമ്പിക്കുമ്പോൾ അവിടെ ഉള്ള ആനോഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ അയോൺ ആണ്. അതുപോലെ കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഇംപ്യുവർ അയേൺ സർഫസ് ആണ് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ മോയിസ്ചർ വിച്ച് കണ്ടെയ്നിങ് ഡിസോൾവ് ഓക്സിജൻ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ നോക്കൂ, ഒരു സെല്ലാവാൻ ആനോഡ് വേണം, കാത്തോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം. അത് പ്രകൃതി തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആനോഡായിട്ട് പ്യുവർ അയേണും കാത്തോഡായിട്ട് ഇംപ്യുവർ അയേണും ഇലക്ട്രോലൈറ്റായിട്ട് മോയിസ്ചർ വിച്ച് കണ്ടെയ്നിങ് dissolved oxygen or carbon dioxide ആണ്. ഇനി നമുക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ് എന്ന്. എപ്പോഴും ആനോഡിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നു. സോ അറ്റ് ആനോഡ് Fe gives Fe2++2 ഇലക്ട്രോൺ. സോ ഇവിടെ E0 റിഡക്ഷൻ ഇസ് ഈക്വൽ ടു -0.44 വോൾട്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ നമുക്കിവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് അയേൺ, അപ്പോൾ തുരുമ്പിക്കലിന് പിന്നെ രസതന്ത്രം അറിയണമെങ്കിലും നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് അറിയണം. സോ -0.44 വോൾട്ട് ആണ്. ഇനി അറ്റ് കാഥോഡ് നടക്കുന്ന റിഡക്ഷൻ ആണ് 4H+ + O2 + 4 ഇലക്ട്രോൺ ഗീവ്സ് 2H2O. അപ്പോൾ നോക്കൂ, ഇവിടെ ആനോഡിൽ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ മെറ്റലിലൂടെ സഞ്ചരിച്ച് കാത്തോഡ് സ്പോട്ടിലേക്ക് എത്തുന്നു. അവിടെ H+ഉം ഓക്സിജനും ഇലക്ട്രോണും കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും, ഈ H+ എങ്ങനെയാണ് ഫോം ചെയ്തത് എന്ന്. ഈ H+ ഫോം ചെയ്യുന്നത് വാട്ടർ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ H+ ഉണ്ടാവാം, അല്ലെങ്കിൽ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ കാർബോണിക് ആസിഡ് H2CO3 ഫോം ചെയ്യും. ഈ H2CO3യിൽ നിന്നും H+ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള H+ വാട്ടർ ആയിട്ട് മാറുന്നു. E0 റിഡക്ഷൻ ഇസ് ഈക്വൽ ടു +1.23 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ആനോഡ് റിയാക്ഷനും മനസ്സിലായി, കാത്തോഡിക് റിയാക്ഷനും മനസ്സിലായി. സോ വി ക്യാൻ റൈറ്റ് നെറ്റ് സെൽ റിയാക്ഷൻ. നിങ്ങൾ എഴുതി നോക്കൂ, ആനോഡ് റിയാക്ഷൻ പ്ലസ് കാത്തോഡ് റിയാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2Fe + 4H+ + O2 gives
2Fe2++ 2H2O എന്ന് കിട്ടും. ആ സെല്ലിൻ്റെ E0 സെൽ ഇസ് ഈക്വൽ ടു 1.67 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, ഒരു അയൺ ബാർ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരുപാട് മിനിയേച്ചർ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഓരോ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും 1.67 വോൾട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്കൊരു പുതുമ ഉള്ളതായിരിക്കും. പ്ലസ് 1.67 വോൾട്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ ഫോം ചെയ്യുന്ന ഫെറസ് അയോണുകൾ അടുത്ത സ്റ്റെപ്പ് നോക്കൂ, അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ ചെയ്യും. സോ 2Fe2++ 2H2O + half O2 ചെയ്യുമ്പോൾ Fe2O3 ആയിട്ട് മാറും, ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും. ഈ ഫെറിക് ഓക്സൈഡ് വാട്ടറുമായി കമ്പൈൻ ചെയ്ത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് നമ്മൾ തുരുമ്പ് എന്ന് പറയുന്ന സാധനം. സോ റെസ്റ്റേഴ്സ് chemically hydrated ferric oxide Fe2O3 XH2O. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ബിഹൈൻഡ് റസ്റ്റിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ വാട്ടേഴ്സ് റെസ്റ്റ് കെമിക്കലി. സോ റെസ്റ്റേഴ്സ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. അപ്പോൾ നമ്മൾ റെസ്റ്റിങ്ങിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കൊറോഷനെ പറ്റി പഠിച്ചു. ഈ കൊറോഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം അത് മനുഷ്യ ജീവിതത്തിന് തന്നെ അപകടകരമാണ്. ഇപ്പോൾ ബ്രിഡ്ജസൊക്കെ കൊറോയിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. എങ്ങനെയാണ് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാം? അതിന് കുറച്ച് മെത്തേഡ്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സിനെ പഠിക്കുന്നതാണ്, ഹൗ യു ക്യാൻ പ്രിവെൻറ്റ് കൊറോഷൻ. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ, നമ്പർ 1 is ബാരിയർ പ്രൊട്ടക്ഷൻ, നമ്പർ 2 is സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, നമ്പർ 3 is കാത്തോഡിക് പ്രൊട്ടക്ഷൻ, നമ്പർ 4 is യൂസ് ഓഫ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. എന്താണ് ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ ഇരുമ്പിൻ്റെ പുറത്തൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓയിൽ ചെയ്യുക ചെയ്യാറുണ്ട്, ഒരു ബാരിയർ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് ബാരിയർ പ്രൊട്ടക്ഷൻ. രണ്ടാമത്തെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അയണിൻ്റെ മോള് സിങ്ക് മെറ്റൽ നമ്മൾ ആവരണം ചെയ്യുക, കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അയണിൻ്റെ മോള് സിങ്ക് പൂശുന്നത്? അതറിയണമെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമുക്കറിയണം. കാരണം സിങ്ക് അയണിനേക്കാൾ മോർ റിയാക്റ്റീവാണ്. അപ്പോൾ സിങ്ക് അയണിന് വേണ്ടി സ്വന്തം ജീവിതം അവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സിങ്ക് അയണിനെ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പ്രത്യേക പേരുണ്ട്, ഇറ്റ് ഈസ് നോൺ ആസ് ഗാൽവനൈസേഷൻ എന്ന് പറയാറുണ്ട്. സോ ഗാൽവനൈസേഷനുള്ള വാക്ക് ഓർമ്മിക്കുക, സിങ്ക് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് കാത്തോഡിക് പ്രൊട്ടക്ഷനാണ്. നമ്മൾ അണ്ടർഗ്രൗണ്ട് പൈപ്പ്സൊക്കെ നമ്മൾ ഈ രീതിയിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട മെറ്റലിനെ കാത്തോഡായിട്ട് ആക്ട് ചെയ്യിക്കുന്നു. അതുപോലെ അതിനേക്കാൾ റിയാക്റ്റീവായ ഒരു ഇലക്ട്രോഡിനെ ആനോഡായിട്ട് വെക്കുന്നു. അങ്ങനെ അണ്ടർഗ്രൗണ്ട് പൈപ്പ്സൊക്കെ നമ്മൾ സാധാരണ ഈ രീതിയിലാണ് കാത്തോഡിക് പ്രൊട്ടക്ഷൻ വഴിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നാലാമത്തെ മെത്തേഡാണ് യൂസ് ഓഫ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. നമ്മൾ ആൻറ്റി റസ്റ്റ് സൊല്യൂഷനിൽ അയൺ ആർട്ടിക്കിൾസ് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് ഓർ ഫോസ്ഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആൽക്കലൈൻ സൊല്യൂഷൻ, എന്തുകൊണ്ട് നമ്മൾ ആൽക്കലൈൻ സൊല്യൂഷൻ ഉപയോഗിക്കുന്നു? നിങ്ങൾ ഓർമ്മിക്കൂ, ആ റെസ്റ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ കാഥോഡ് റിയാക്ഷൻ എഴുതിയപ്പോൾ H+ൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആൽക്കലൈൻ സൊല്യൂഷനിൽ ഈ H+ൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അയണിന് ഓക്സിഡൈസ് ചെയ്യുന്ന ടെൻഡൻസി അവിടെ കുറഞ്ഞു പോകുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ആൽക്കലൈൻ സൊല്യൂഷൻ എന്ന വാക്കിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇത്രയുമാണ് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്: ബാരിയർ പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, കാഥോഡിക് പ്രൊട്ടക്ഷൻ ആൻഡ് യൂസ് ഓഫ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാറ്ററീസ്, പ്രൈമറി സെൽസ് എന്നും സെക്കൻഡറി സെൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. സെല്ലിൽ പ്രൈമറി സെല്ല്, ഡ്രൈ സെല്ലും മെർക്കുറി സെൽസും എക്സാമ്പിളാണ്. സെല്ല് അതുപോലെ സെക്കൻഡറി സെൽസിന് ലെഡ് സ്റ്റോറേജ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും എക്സാമ്പിളാണെന്ന് പഠിച്ചു. അതിൻ്റെ സെൽ റിയാക്ഷൻസ്, അറേഞ്ച്മെൻറ്റ് കൃത്യമായി പഠിക്കാം. അതുപോലെ ഫ്യൂവൽ സെൽസ്,
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, സെൽ റിയാക്ഷൻ, മെറിറ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോളോ മൂൺ മിഷൻസിലൊക്കെയാണ് ഈ ഫ്യൂവൽ സെൽസ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി. അതിനുശേഷം ഇലക്ട്രോ കെമിസ്ട്രിക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ലിമിറ്റേഷനായ കൊറോഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ റസ്റ്റിംഗ്, തുരുമ്പ് പിടിക്കുന്നത് പിന്നിലെ രസതന്ത്രം നമ്മൾ വളരെ രസകരമായി പറഞ്ഞു. അതിനുശേഷം അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയുമാണ് നമ്മളെ ഈ ചാപ്റ്റർ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ നമുക്കൊന്ന് കണ്ണോടിച്ചാലോ? നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നമ്മൾ ആ ചാപ്റ്റർ നിങ്ങളെല്ലാവരും മനസ്സിൽ തുറന്നു വയ്ക്കൂ. അതിൽ നിങ്ങൾ നോട്ട് തുറന്നു വെച്ചോളൂ മനസ്സിൽ. എന്നിട്ട് ഞാൻ പറയുന്നത് കൂടെ നിങ്ങൾ പറയണം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോ കെമിസ്ട്രി. അതിനുശേഷം ഇലക്ട്രോ കെമിക്കൽ സെൽ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൃത്യമായി പഠിച്ചു, സെൽ റിയാക്ഷൻസ് കൃത്യമായി പഠിച്ചു. എന്നിട്ട് കുറച്ച് ടേംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, EMF ഓഫ് സെൽ, ആനോഡ്, കാഥോഡ് എന്ന ടേംസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം EMF ഓഫ് സെൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം SHE, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ SHE ഉപയോഗിച്ചു. അങ്ങനെ SHE ഉപയോഗിച്ച് കുറേ എലമെൻസിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി. അതിനെ കൃത്യമായി നമ്മൾ ഒരു സീരീസ് ആക്കി അറേഞ്ച് ചെയ്തു. നമ്മൾ അതിനെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നു. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ബേസ് തന്നെയാണിത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ കൂടെ നമ്മൾ പോയി. അതിനുശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ അല്ലാതെ വർക്ക് ചെയ്യുന്ന സെൽസിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനത്തെ സെൽസിൽ അല്ലെങ്കിൽ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നേഴ്സ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചു. 2 ഫോംസ് ഉണ്ട്. EMN + bar m is equal to E0 mn + bar m minus 0.059/n into log of 1/mn plus. അതുപോലെ E cell is equal to E0 cell minus 0.059/n into log of concentration of product divided by concentration of reactant എന്ന് പഠിച്ചു. പിന്നെ നേഴ്സ്റ്റ് ഇക്വേഷൻ്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ ഡെൽറ്റ G0 is equal to -NF into E0 സെൽ എന്ന് പഠിച്ചു. അത് നിങ്ങൾ ഡെൽറ്റ G0 is equal to -2.303 RT into log Kc എന്ന ഇക്വേഷൻ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ നേഴ്സ്റ്റ് ഇക്വേഷൻ്റെ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. പറഞ്ഞത് ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറേ ടേംസ് ആണ്. അതിലൊന്ന് റെസിസ്റ്റൻസ്, നമ്പർ 2 റെസിസ്റ്റിവിറ്റി, നമ്പർ 3 കണ്ടക്റ്റൻസ്, നമ്പർ 4 കണ്ടക്ടിവിറ്റി, അതുപോലെ നമ്പർ 5 മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ സെൽ കോൺസ്റ്റൻറ്റ്. സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ L/A ആണ്. ആ L എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡാണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഇലക്ട്രോഡാണ്. അത് അന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നു. സെൽ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു L/A. അതിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ഓർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. പിന്നെ നമ്മൾ കണ്ടക്ടിവിറ്റി എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തു. വീസ്റ്റോൺ ബ്രിഡ്ജ് പ്ലസ് കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീസ്റ്റോൺ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം മുളാർ കണ്ടക്ടിവിറ്റിയും ഡൈലൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിച്ചത്. അത് സ്ട്രോങ്ങിൻ്റെയും വീക്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. സ്ട്രോങ് ആയിട്ടുള്ളത് അത് ഡിബേ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുവെന്നും അതിൽ ഡിസ്റ്റൻസ് ഡൈലൂട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അയോൺ ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് മുളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം വീക്ക് ഇലക്ട്രോഡ് ഡിസ്കസ് ചെയ്തു. അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് മുളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് ഡിസ്കസ് ചെയ്തു. അത് λm0 ഓഫ് വീക്ക് ഇലക്ട്രോഡ് കണ്ടുപിടിക്കാനും ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനും അതുപോലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോഡ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇത്രയും നമ്മൾ കഴിഞ്ഞ ശേഷം ഇലക്ട്രോളിറ്റിക് സെല്ലിലേക്ക് പോവുകയാണ്. ഇലക്ട്രോളിസിസ് എന്താണ്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി. അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചും ക്വാളിറ്റേറ്റീവ് അപ്രോച്ചും ഡിസ്കസ് ചെയ്തു. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസിൽ ഫാരഡേസ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ലോയെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം സെക്ഷൻ ചെയ്തു. അതിനുശേഷം ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നും അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ഷോർട്ട് കട്ടും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഏതൊരു ലൈറ്റ് സൊല്യൂഷൻ്റെയും നമുക്ക് പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു.
അതിനുശേഷം ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷനായ സെൽസിലേക്ക് പോയി. നമ്മൾ സെൽസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാമെന്നും, അത് പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും. പ്രൈമറി സെൽസിന് എക്സാമ്പിളാണ് നമ്മുടെ ഡ്രൈ സെല്ലും അതുപോലെ മെർക്യൂറി സെല്ലും. സെക്കൻഡറി സെൽസിന് എക്സാമ്പിളാണ് നമ്മളുടെ ലെഡ് സ്റ്റോറേജ് സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും. സെൽ റിയാക്ഷൻ ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കാം. അതിനുശേഷം നമ്മൾ ഫ്യൂവൽ സെൽ ഡിസ്കസ് ചെയ്തു. ഫ്യൂവൽ സെൽസിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. അതിൻ്റെ arrangement, cell reaction, merit of ദിസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇലക്ട്രോ കെമിസ്ട്രി ചെറിയൊരു ലിമിറ്റേഷനായ കൊറോഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിൽ റസ്റ്റിംഗ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കെമിസ്ട്രി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമല്ല ഈ കൊറോഷൻ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിന് സൊല്യൂഷൻ കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്. 4 മെത്തേഡ്സ് പറയുന്നു: ബാരിയർ പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, കാഥോഡിക് പ്രൊട്ടക്ഷൻ ആൻഡ് യൂസ് ഓഫ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. ഇത്രയും ആയാൽ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനും ടെക്സ്റ്റിൻ്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസും എല്ലാവരും ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിക്കാം. താങ്ക് യു.